ഞാനിപ്പോൾ നിൽക്കുന്നത് രാജസ്ഥാനിലെ നഗർഗഡ് കോട്ടയിലാണ്. ജയ്പൂരിലാണ് നഗർഗഡ് കോട്ടയുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ഈ വീഡിയോയുടെ 4 ഭാഗങ്ങളിലൂടെ ഈ കോട്ടയുടെ ചരിത്ര കാര്യങ്ങൾ വളരെയധികം വിവരിച്ചിരുന്നു. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ 3 വീഡിയോയിൽ കണ്ടത് മധവേന്ദ്ര കൊട്ടാരമാണ്. ആ മധവേന്ദ്ര കൊട്ടാരത്തിൻ്റെ ഉള്ളിലൂടെ മുകളിലേക്ക് സ്റ്റെപ്പ് കയറി മുകളിലെത്തിക്കഴിഞ്ഞപ്പോൾ ഈ കോട്ടയുടെ വിശാലമായ ഒരു കാഴ്ച കാണുകയാണ്. നോക്കിയേ, എത്ര സുന്ദരമായ, എത്ര മനോഹരമായ, വാക്കുകൾക്ക് അതീതമായി കിടക്കുകയാണ് ഈ കോട്ട എന്ന് പറയുന്നത്. രാജസ്ഥാൻ നമുക്കറിയാം, കോട്ടകളുടെ നഗരമാണ് രാജസ്ഥാൻ. വളരെ വിശാലമായി കിടക്കുന്ന പല കോട്ടകളുണ്ട്. നമ്മൾ കോട്ടയുടെ ഓരോ ഭാഗങ്ങളിലെ പല കോട്ടകളും നമ്മൾ സന്ദർശിക്കുന്നുണ്ട്. ഈ കോട്ട തന്നെ അങ്ങ് കിടക്കുകയാണ്. ചൈനയുടെ വൻമതിലാണ് എനിക്ക് ഓർമ്മ വരുന്നത്, അത്രയില്ല. ഇപ്പോൾ അതിനകത്ത് ചില അന്തേവാസികളൊക്കെ ഉണ്ട്. വളരെ പാവം മുഖമായിട്ട് തോന്നുന്നുണ്ട്. പാവങ്ങളെ കാണുമ്പോൾ, പാവം പിടിച്ച മുഖമായിട്ടിരിക്കുന്നത് കാണുമ്പോൾ എന്താ പറയുക, ഒത്തിരി പാവം തോന്നുന്നുണ്ട് കണ്ടിട്ട്. അപ്പം ഞങ്ങൾ അവിടെ അതിന് മുകളിൽ കയറി കണ്ടിട്ട് ഇപ്പോൾ താഴേക്ക് ഇങ്ങനെ ഇറങ്ങുകയാണ്. പടികൾ ഇറങ്ങി ഇനിയിപ്പോൾ വെളിയിലോട്ട് പോവുക. വെളിയിലോട്ട് ചെന്നിട്ട് നമ്മൾ കോട്ടയുടെ മറ്റൊരു വശത്തേക്ക് ഇപ്പോൾ മെല്ലെ നടന്നു പോവുകയാണ്. അപ്പോൾ ഈ ഭാഗത്ത് ഇങ്ങനെ നടന്നു പോകുന്നതായ സമയം വളരെ ദൂരം നമ്മൾ നടക്കണം. ഒരുപാട് ദൂരം നടന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ ഭാഗത്ത് എത്താനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ നഗർഗഡ് എന്ന് പറഞ്ഞാൽ കടുവകളുടെ വാസസ്ഥലമെന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ മലനിരകളിൽ ധാരാളം കടുവകൾ ഉണ്ടായിരുന്നുവെന്ന് ആണ് വിശ്വസിക്കുന്നത്. ആ കടുവകളുടെ പേരിലാണ് ഈ സ്ഥലം ലഭിച്ചിരിക്കുന്നത്. നമുക്കെന്നാൽ മറ്റൊരു ഭാഗത്തുള്ള വേറൊരു വിശ്വാസം കൂടെയുണ്ട്. ആ വിശ്വാസത്തെക്കുറിച്ചും പറയാം. നമ്മൾ ഈ കോട്ടയുടെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ജയ്പൂർ നഗരം വളരെ വിശാലമായിട്ട് കാണാം. ഈ ജയ്പൂർ നഗരം വളരെ വിശാലമായിട്ട് നമുക്ക് ഈ കോട്ടയുടെ മുകളിൽ നിന്ന് കാണാം. അപ്പോൾ അങ്ങോട്ട് താഴേക്ക് കോട്ട കിടക്കുകയാണ്, പക്ഷെ അവിടെ വഴി അടച്ചിരിക്കുകയാണ്. നമുക്ക് ആർക്കും അങ്ങോട്ടൊന്നും പോകാനായിട്ട് പറ്റുകയില്ല. ആ ഭാഗത്തുള്ള വഴി അവിടെ അടച്ചിരിക്കുകയാണ്. ഇനിയും നമുക്ക് അതിന് മുകളിലോട്ടുള്ള ഒത്തിരി ഭാഗങ്ങൾ കാണാനുണ്ട്. അവിടെ നിന്നുകൊണ്ടുള്ള ആ കോട്ടയുടെ വിശാലമായ കാഴ്ചകൾ നമ്മളിനി ആ ഭാഗത്തൂടെ നടന്ന് ആ സ്റ്റെപ്പിൻ്റെ അവിടേക്ക് എത്തി. നമ്മൾ അവിടെ ചെന്നിട്ട് അവിടെയുള്ള ആ കോട്ടയുടെ ആ ഭാഗത്ത് നമ്മളിപ്പോൾ നിന്ന് നോക്കുമ്പോൾ ഇനി വളരെ വിശാലമാണ് ഈ കോട്ട എന്ന് പറയുന്നത്. വളരെ വിശാലമായി കിടക്കുന്ന ഒരു മനോഹരമായ കോട്ടയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ആ കോട്ടയുടെ കൊത്തളങ്ങളിലേക്ക് കയറി നിന്നിട്ട് നമ്മൾ ഒന്ന് വീക്ഷിക്കും. ഇതൊക്കെ തോക്കുകൾ ഉപയോഗിക്കാനുള്ള സംവിധാനങ്ങളാണ് അവിടെ ഉള്ളത്. ശത്രുക്കൾ ദൂരെ നിന്ന് വരുമ്പോൾ നമുക്ക് ഇവർക്ക് വെടിവെക്കാനും ശത്രുക്കളെ തുരത്താനുള്ള സംവിധാനങ്ങൾ. ഇപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് നോക്കി ആ ജയ്പൂർ നഗരം നന്നായിട്ട് കാണാം. ഇവിടെ നിന്നുകൊണ്ട് തന്നെ കോട്ടയുടെ മറ്റൊരു ഭാഗം വളരെ നന്നായിട്ട് കാണാം. അന്നത്തെ കാലഘട്ടത്തിലെ ഇത്രയും ആധുനിക സജ്ജീകരണങ്ങൾ ഒന്നുമില്ലാത്ത കാലഘട്ടത്തിലെ എൻജിനീയറിങ് സംവിധാനങ്ങൾ എത്ര വലുതാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. പക്ഷേ ഈ നഗർഗഡ് കോട്ടയുടെ നമ്മൾ അവിടെ വെടിവെക്കാനുള്ള സംവിധാനത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ നമ്മൾ ചിന്തിക്കണം. നഗർഗഡ് കോട്ട പ്രതിരോധ ആവശ്യങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ചതാണ്. എന്നാൽ അതൊരിക്കലും ശത്രുക്കൾ ആക്രമിച്ചിട്ടില്ല. നോക്കിയേ, അവിടെ നിന്നുകൊണ്ടുള്ള കാഴ്ച എത്ര സുന്ദരമാണ്. ഇങ്ങനെ തീപ്പെട്ടിക്കൂടെ അടുക്കി വെച്ചിരിക്കുന്നത് പോലെയാണ് ജയ്പൂർ നഗരത്തിലെ അതിഭയങ്കരമായ കെട്ടിട സൗധങ്ങൾ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നത്. അവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് വലിയ വലിയ ഫ്ലാറ്റുകളും മറ്റുമൊക്കെ നമുക്ക് കാണാം. അപ്പോൾ എത്ര ഈ കോട്ടയുടെ ഈ കോട്ടയുടെ മുകളിൽ നിന്നുകൊണ്ട് ഈ ആരവല്ലി പർവ്വത നിരകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ഈ കോട്ടയിൽ നിന്നുകൊണ്ട് നോക്കിയേ, എത്ര ദൂരെയൊക്കെ നമ്മൾ കാണുന്നത് നോക്കിയേ. എന്ന് പറഞ്ഞാൽ അവിടെ ആ കൊത്തളത്തിൽ നിൽക്കുമ്പോൾ തന്നെ ആ കോട്ട പൂർണ്ണമായിട്ട് കാണുന്നു. ആ കോട്ട പൂർണ്ണമായിട്ട് കാണുക എന്ന് മാത്രമല്ല, ആ കോട്ടയുടെ താഴെയുള്ളതായിരിക്കുന്ന അത്രയും പ്രദേശങ്ങൾ കാണുക. അപ്പോൾ കുറച്ചുകൂടെ നമ്മൾ മുകളിലോട്ട് അവിടെ ചെന്നപ്പോൾ ഇത് ആധുനിക കാലഘട്ടത്തിൽ വെച്ചതായിരിക്കാം ആ ഇരിപ്പിടങ്ങൾ എന്ന് പറയുന്നത്. കൊത്തളത്തിൻ്റെ മുകളിൽ
നമ്മൾ അവിടെ കുറച്ച് ഇരിപ്പിടങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞങ്ങളിങ്ങനെ കണ്ടിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചൈനയുടെ വൻമതിൽ പോലെ ഇങ്ങനെ കിടക്കുന്നതായിട്ടാണ് എനിക്കത് തോന്നുന്നത്. അപ്പോൾ ഈ നഗർഗഡ് കോട്ടയ്ക്ക് മുമ്പ്, നഗർഗഡിന് മുമ്പ് സുദർശൻഗഡ് എന്നാണ് ഇത് അറിയപ്പെട്ടത്. 1734 മഹാരാജ സവായ്ജി സിംഗ് രണ്ടാമൻ നിർമ്മിച്ച അതാണ്. അപ്പോൾ ഞാനിവിടെ നിന്നുകൊണ്ട് അതെല്ലാം ഇങ്ങനെ പരിശോധിച്ച് നോക്കുകയാണ് കേട്ടോ. അവിടുത്തേക്ക് താഴേക്കുള്ള ഇതൊക്കെ അന്നത്തെ കാലഘട്ടത്തിൽ വിശാലമായി നിർമ്മിച്ച ആ കോട്ടയുടെ ഉള്ളിൽ നിന്നുകൊണ്ട്, ആ ചെറിയ കിളിവാതിൽ നിന്നുകൊണ്ട് ആ കോട്ടയുടെ എല്ലാ ഭാഗങ്ങളും ഇങ്ങനെ വീക്ഷിക്കുകയാണ്. നമ്മളെ അടുത്ത ഭാഗത്തിലേക്ക് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളിനെ ചിന്തിക്കാനുണ്ട്. ഈ നഗർഗഡ് എന്നാൽ കടുവകളുടെ വാസസ്ഥലം എന്നാണല്ലോ പേരെന്ന് പറഞ്ഞത്. എന്നാൽ അതിന് മറ്റൊരു വലിയ ഒരു കഥയും കൂടെ അതിന് പിന്നിലുണ്ട്. നമ്മൾ അതിനെക്കുറിച്ചും വളരെ വിശാലമായിട്ട് ചിന്തിക്കും. അടുത്ത വീഡിയോയ്ക്കകത്ത് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കും. ഇപ്പം ഞങ്ങൾ അവിടുന്ന് കണ്ടിട്ട് അത്രയും ഭാഗങ്ങൾ കണ്ടിട്ട് തിരിഞ്ഞു വരികയാണ്. ഇനി നമ്മൾ വരുമ്പോൾ അടുത്ത വീഡിയോയ്ക്ക് നമ്മൾ കാണുമ്പോൾ നമ്മളെ എല്ലാവരെയും അതിശയിപ്പിക്കുന്ന മനോഹരമായൊരു കാഴ്ച അടുത്ത വീഡിയോയിൽ എല്ലാവരെയും കാത്തിരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ഒരു കാരണവശാലും പ്രിയമുള്ളവർ കാണാതെ പോകരുത്. വളരെ രസകരമാണ്. ഈ കോട്ടയുമായി ബന്ധപ്പെട്ട വളരെ രസകരമായൊരു കാഴ്ചയാണ് നമ്മളിനി അടുത്ത വീഡിയോയിലൂടെ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ നിന്നുകൊണ്ട് ആ കോട്ടയുടെ താഴെയുള്ള ജയ്പൂർ നഗരത്തിൻ്റെ വിശാലമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി അടുത്ത ഒരു സ്ഥലത്തേക്ക് ഉള്ള ഒരു യാത്രയിലാണ്. അടുത്ത കാഴ്ചയിൽ നമുക്ക് ഒരുമിച്ച് ഈ കോട്ടയുടെ വിശാലമായ കാര്യങ്ങളോടൊപ്പം തന്നെ വളരെ രസകരമായ കാഴ്ചയോടെ കാണാം. എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോ നമുക്ക് കാണാം.